മലയാളം ബിഗ് ബോസ് സീസൺ 7 അനുമോളും ആദിലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാമറ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ശരത്തേട്ടൻ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗും പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മുടെ അടുത്തേക്ക് ക്യാമറ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ നീ ശ്രദ്ധിച്ചു നോക്ക്. ശരത്തേട്ടൻ അതിനനുസരിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. എപ്പോഴും നോക്കും ക്യാമറ വരുന്നുണ്ടോ എന്ന്. ഞാനിവിടെ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആദിലനോട് അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പോകുന്നത് നമ്മുടെ നെവിനായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഒനിയിൽ FC ആയിട്ട് ഞാൻ എന്താണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ചെയ്യും. അവൻ്റെ കൂടെ എനിക്ക് ഫോർട്ട് വെച്ച് മൊത്തം ചുറ്റിക്കറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസൊക്കെ ആയിട്ട് ഞാൻ നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കും. അപ്പോൾ നമ്മുടെ അഭിലാഷ് ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ആ ഒനിയിൽ നല്ല പൊളിയാണ്, ഒനിയിലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെ വേറെ വൈബായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ന് ഷാനവാസും ഒനിയിലും അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷ് എല്ലാവരും കൂടെ അനുമോളോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അനുമോൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നീ അങ്ങനെ തന്നെ നിൽക്കണം, നീ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നിന്നെ അവർ ഇത്രയധികം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. റെന ഫാത്തിമേനെ വിട്ടിട്ടാണ് നിന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ നല്ല ബോൾഡായി സ്ട്രോങ് ആയി തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നോമിനേഷനിൽ വരാൻ വേണ്ടി പ്രേക്ഷകരാണ് വിധി തീരുമാനിക്കുന്നത്. എന്താണെങ്കിലും നീ എന്താണെങ്കിലും ഇവിടെ ചെയ്തോ, ഒരു കുഴപ്പമില്ല, നിന്നെ ആരും ഒന്നും ഇനി പറയില്ല. ഏതൊരു കാര്യത്തിലും ഞങ്ങളിനി നിനക്ക് സപ്പോർട്ടുമായിട്ട് ഉണ്ടാകുമെന്നാണ് ഷാനവാസൊക്കെ പറഞ്ഞിരിക്കുന്നത്.